വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത് രാജ്യസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആവശ്യം അനുവദിക്കാതെ സഭാധ്യക്ഷൻ. സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അനൂപ്, രാജ്യം ഒന്നാകെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. ഇന്നലെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് വിനേഷിന് വേണ്ടി രാജ്യം ചിലവാക്കിയ പണത്തിന്റെ ഒക്കെ കണക്ക് പറഞ്ഞുകൊണ്ടാണ്. അതിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് എന്താണ് സഭയിൽ നടന്നത്? രാജ്യസഭാ നടപടിക്രമങ്ങൾ ആരംഭിച്ച സമയം മുതൽ തന്നെ ഈ വിഷയത്തിൽ, വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ആ ആവശ്യം ഉന്നയിച്ച് സഭാധ്യക്ഷനോട് പലതവണ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കാൻ സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, കഴിഞ്ഞ ദിവസം ഈ കാര്യം ചർച്ച ചെയ്തതാണ്, പറഞ്ഞതാണ്. രാഷ്ട്രപതി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഞാനാണെങ്കിലൊക്കെ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ വേദന പങ്കുവെക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് കൂടുതൽ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല, ഇത്ര രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല എന്ന നിലപാട് ജഗ്ദീപ് ധൻഖർ സ്വീകരിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, ആരാണ് ഈ പുറത്താക്കലിന് പിന്നിലുള്ളത്? ഫോഗട്ട് പുറത്താകാൻ കാരണം ആരാണ് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ വികൃതമായ രാഷ്ട്രീയ മുഖമാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ കാണുന്നത് എന്ന രൂക്ഷമായ പ്രതികരണം സഭാധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഡെറക് ഒബ്രിയാൻ, തൃണമൂൽ കോൺഗ്രസ് അംഗം, അതിരൂക്ഷമായി പ്രതികരിച്ചു. ഇനിയും ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ പുറത്തേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് ധൻഖർ ഒബ്രിയാനോട് പറഞ്ഞു. ഇങ്ങനെ അതിരൂക്ഷമായ വാദപ്രതിവാദം സഭയ്ക്കകത്ത് നടക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലത്തേതിന് സമാനമായി തന്നെ വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം രാജ്യസഭയിൽ ഇന്നും പ്രതിപക്ഷം ഉയർത്തിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമാണ്, ഇതിന് പിന്നിൽ ചിലരുണ്ട് എന്ന നിലയിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷത്തു നിന്ന് വരുന്നത്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനൂപ്, ഇതിപ്പോ രാജ്യം ഇത്രയും വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം സഭ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എങ്ങനെയാണ് ഭരണപക്ഷം എത്തുക? അതിലൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, സഭയിൽ ഈ കാര്യം ചർച്ച ചെയ്താൽ ഉറപ്പായും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികൾക്കും സമയം അനുവദിക്കപ്പെടും. അങ്ങനെ സമയം അനുവദിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നിലപാട് കൂടിയാണ്. വിനേഷ് ഫോഗട്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ നിന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്ത ജന്തർ മന്ദറിലെ സമരവേദിയിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ആളാണ്. ആ സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ്. വിനേഷ് ഫോഗട്ടിനെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതുമാണ്. അത് മാത്രമായിരിക്കില്ലല്ലോ അനൂപ്, അതായത് രാഷ്ട്രീയ ഭാവി കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇവിടെ പറയുന്ന ഓരോ വാക്കും അനുകൂലിച്ച് സംസാരിക്കാൻ കഴിയില്ല, എതിർത്ത് സംസാരിക്കുന്ന ഓരോ വാക്കും രാഷ്ട്രീയമായി തിരിച്ചടി നൽകുമെന്നൊരു ഭയം കൂടി ഉണ്ടാകുമോ? മെഡൽ നഷ്ടപ്പെട്ട് വിനേഷ് ഫോഗട്ട് തിരിച്ചു വരുന്നത് ഹരിയാനയിലേക്കാണ്. ഹരിയാനയിലേക്ക് വരുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നത് സ്വീകരണമൊക്കെ ആണെങ്കിൽ കൂടി ജനങ്ങൾ ഉറപ്പായും കാര്യം വിലയിരുത്തും. ഹരിയാനയിലെ ഓരോ വീട്ടിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഏതെങ്കിലും ഒരു കായിക താരം ഉണ്ടാകുമെന്നാണ് അവസ്ഥ. ഈ കായിക രംഗത്തെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുള്ള സ്ഥലമാണ് ഹരിയാന. അങ്ങനെ ഒരു സ്ഥലത്താണ് വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നലിൽ, ചതിക്കപ്പെട്ടു എന്ന തോന്നലിൽ, പുറമെ നിന്ന് മർദ്ദിക്കപ്പെട്ടു എന്ന തോന്നലിലൊക്കെ ഒരു വലിയ താരം വന്നിറങ്ങുന്നത്. അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും ചർച്ചയാകും. അത് BJPക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമാകും. സഭയിൽ അത് വലിയ തോതിൽ ചർച്ചയായാൽ അതും തിരിച്ചടിയാകുമെന്ന ബോധ്യം BJPക്കുണ്ട്. അതുകൊണ്ടാണ് ചർച്ച അനുവദിക്കേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു കാരണമെന്ന് തോന്നുന്നു. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.